ഹലോ ഗായ്സ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ സോഷ്യൽ സയൻസിലെ പുതിയ SCERT ടെക്സ്റ്റ് ബുക്കിലെ 5th സ്റ്റാൻഡേർഡിൽ 6ാമത്തെ ലെസണിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഓൾറെഡി ഞാൻ 1 തൊട്ട് 5 വരെയുള്ള ലെസൺസ് സോഷ്യൽ സയൻസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ പോയി കാണുക. എങ്ങനെയുണ്ട് എൻ്റെ ക്ലാസ്, അതുപോലെ തന്നെ എനിക്ക് ഫീഡ്ബാക്ക് നിങ്ങൾ തരിക. അപ്പോൾ നമ്മൾക്ക് അടുത്ത ലെസണിലേക്ക് പോകാം. ജനങ്ങൾ ജനങ്ങളാൽ. ഓക്കെ, നമുക്ക് നോക്കാം. എന്താണ് ജനാധിപത്യം? അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്താണ് മെയിനായിട്ട് ടോപ്പിക്ക് പറഞ്ഞിരിക്കുന്നത്, എന്താണ് ജനാധിപത്യം? ജനങ്ങൾ നേരിട്ടോ അവർ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികളോ ഭരണപരമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്ന സംവിധാനമാണ് ജനാധിപത്യം, അല്ലേ? എന്താണ് ഈ ജനാധിപത്യം? ജനാധിപത്യത്തിൻ്റെ ഇംഗ്ലീഷ് എന്താണ്? ഡെമോക്രസി, അല്ലേ? ഈ ജനങ്ങൾ നേരിട്ടോ അവർ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികളോ, അല്ലേ? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളെല്ലാവരും കൂടി ചേർന്ന് നമ്മുടെ വാർഡ് മെമ്പറെ നമ്മൾ വോട്ട് ചെയ്ത് എലക്ഷൻ ചെയ്ത് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? നമുക്ക് കിട്ടാവുന്ന പല സേവനങ്ങളും ആരിൽ നിന്നും നമുക്ക് കിട്ടും? വാർഡ് മെമ്പറിൽ നിന്നും നമുക്ക് സഹായങ്ങൾ നമുക്ക് കിട്ടാം, അല്ലേ? അതിനൊരു ഉദാഹരണം മാത്രം. അങ്ങനെ ഭരണപരമായിട്ടുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നതാണ് ഈ ജനാധിപത്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ടെക്സ്റ്റ് ബുക്കിൽ ഒരു മാപ്പ് കൊടുത്തിട്ടുണ്ട്. ഇത് ടെക്സ്റ്റ് ബുക്കിൽ തന്നെ കൊടുത്തിട്ടുള്ള ഒരു മാപ്പാണ്. AB എന്നത് മാർക്ക് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് ഏതൻസ്. ഏതൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഗ്രീസ്, അല്ലേ? 2 ഇംഗ്ലണ്ട്. നോക്കിക്കേ, ഏതൻസിലും ഇംഗ്ലണ്ടിലും ജനാധിപത്യം ഉത്ഭവിച്ചതുമായി ബന്ധപ്പെട്ട് കുറിപ്പ് തയ്യാറാക്കുക. സോ ഇതൊരു ഹിസ്റ്റോറിക് ടോപ്പിക്കിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പുരാതന ഗ്രീസിലെ ഏതൻസിലാണ് ജനാധിപത്യത്തിൻ്റെ ആദ്യ രൂപം ഉദയം ചെയ്തത്. ഇത് കംപ്ലീറ്റ്ലി ടെക്സ്റ്റ് ബുക്കിൽ കോളത്തിൽ കൊടുത്തിട്ടുള്ള ഒരു ബോക്സിൽ കൊടുത്തിട്ടുള്ള എന്താണ് പാരഗ്രാഫ് തന്നെയാണ്. അതിനെ ഞാൻ എന്ത് ചെയ്തു, അതിനെ ജസ്റ്റ് ഒന്ന് പോയിന്റ് ആക്കിയിട്ടാണ് ഇട്ടിരിക്കുന്നത്. പുരാതന ഗ്രീസിലെ ഏതൻസിലാണ് ജനാധിപത്യത്തിൻ്റെ ആദ്യ രൂപം ഉദയം ചെയ്തത്. എവിടെയാണ് ജനാധിപത്യം ആദ്യമായിട്ട് ഉദയം ചെയ്തത്? എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്? പുരാതന ഗ്രീസായ ഏതൻസിൽ. രണ്ടാമത്തെ പോയിന്റ് നോക്കിക്കേ, ജനാധിപത്യം എന്ന ആശയം സംഭാവന ചെയ്യുന്നതിൽ ഏതൻസിന് പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. ഓക്കെ, അടുത്ത പോയിന്റ്, ഇന്ന് നിലവിലുള്ള ജനാധിപത്യ രീതിയുടെ തുടക്കം യുണൈറ്റഡ് കിങ്ഡത്തിൻ്റെ ഭാഗമായ ഇംഗ്ലണ്ടിൽ നിന്നാണ്. അപ്പം ഒന്നാരാണ്? പുരാതന ഗ്രീസിലെ ഏതൻസ് ആണ് ജനാധിപത്യത്തിൻ്റെ ആദ്യ രൂപം ഉദയം ചെയ്തത്. രണ്ട് ജനാധിപത്യം എന്ന ആശയം സംഭാവന ചെയ്യുന്നതിന് ഏതൻസിന് പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ഇനി ഇംഗ്ലണ്ടിൽ, അതായത് നിലവിലുള്ള നമ്മുടെ ജനാധിപത്യ രീതി ഉണ്ടല്ലോ, ആ രീതിയുടെ തുടക്കം ആരാണ്? യുണൈറ്റഡ് കിങ്ഡത്തിൻ്റെ ഭാഗമായ ഇംഗ്ലണ്ടിൽ നിന്നാണ്. തിരഞ്ഞെടുപ്പ്, ജനപ്രതിനിധികളുടെ ഭരണം, പാർലമെൻറ്റ് എന്നീ സംവിധാനം രൂപം കൊണ്ടത് ഇംഗ്ലണ്ടിലാണ്. ഇപ്പം നമ്മുടെ ഇവിടെ നടക്കുന്നതും ഈ ഒരു സംഭവമാണ്, അല്ലേ? എന്താണ്? ജനപ്രതിനിധികളുടെ ഭരണം. അതിപ്പോൾ പ്രധാനമന്ത്രിയാവാം, മുഖ്യമന്ത്രിയാവാം, അല്ലേ? അവരുടെ ഭരണം. അതുപോലെ പാർലമെൻറ്റ്, ഈ സംവിധാനങ്ങളൊക്കെ നമ്മുടെ നിലവിൽ ഇപ്പോഴും നമ്മുടെ ഇന്ത്യയിലുണ്ട്. അതേ തന്നെയാണ്. അത് ആരാണ് കൊണ്ടുവന്നത്, അല്ലെങ്കിൽ ആ രൂപം കൊണ്ടുവന്നത് ആരാണ്? ഇംഗ്ലണ്ടിലാണ്. ഓക്കെ, അപ്പം നമുക്ക് ഏതൻസാണ് ആദ്യം കൊണ്ടുവന്നത് എന്ന് മനസ്സിലാക്കി. ഇംഗ്ലണ്ടിലാണ്, അതായത് ഇപ്പോഴത്തെ ജനാധിപത്യ രീതിയുടെ തുടക്കം കുറിച്ചത് ഇംഗ്ലണ്ടാണ്. അതായത് ഈ തെരഞ്ഞെടുപ്പ്, അല്ലെ, എലക്ഷൻ, അതുപോലെ പാർലമെൻറ്റ്, ഇതൊക്കെ ഇപ്പോഴും നിലവിലുണ്ട്. ഓക്കെ, അടുത്തത്. ഓക്കെ, നമ്മൾ ഗ്രാമസഭ എന്താണെന്നുള്ളത് നമുക്ക് പഠിക്കാൻ വരും കേട്ടോ. അപ്പോൾ അതിനു മുമ്പ് ചെറുതായിട്ടൊരു ക്വസ്റ്റ്യൻ പോലെ, എന്തൊക്കെയാണ് ഗ്രാമസഭ വാർഡുകളിൽ സഭകൾ ചർച്ച ചെയ്യുന്നത്? ഗ്രാമസഭ, അല്ലേ? അപ്പോൾ എന്താണ് ഗ്രാമസഭ എന്നറിയണ്ടേ? എന്നാലല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇതാണ് ഗ്രാമസഭയുടെ ഡെഫിനേഷൻ. നോക്കിക്കേ, ഒരു പ്രദേശത്തിൻ്റെ ഭരണവികസന പ്രക്രിയയിൽ എല്ലാ ജനങ്ങളും പങ്കാളികളാകാനും തീരുമാനങ്ങൾ എടുക്കാനും അവസരം ലഭിക്കുന്ന വേദികളാണ് ഗ്രാമസഭകൾ. അപ്പോൾ നമുക്ക് കിട്ടി, അല്ലേ? എന്താണ്? ഗ്രാമസഭകൾ. ഒരു പ്രദേശത്തിൻ്റെ ഭരണവികസന പ്രക്രിയയിൽ എന്തായിരിക്കും ഈ വികസന പ്രക്രിയ എന്ന് പറയുന്നത്? ഒരു പ്രദേശം, ഇപ്പം നമുക്ക് മെയിനായിട്ട് ഇവിടെ റോഡ് പണി. ഓക്കെ, ഈ റോഡ് പണിയിൽ
എന്താണ് ആ ഒരു വീടിൻ്റെ മുന്നിൽ റോഡ് വരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വീട്ടിലുള്ള ആൾ മാത്രമാണോ പങ്കാളിയാവേണ്ടത്? അല്ല, ആ ഏരിയയിലെ അല്ലെങ്കിൽ ആ ഒരു വാർഡിലെ എല്ലാവരും കൂടി പങ്കാളികളായിട്ട് ഒരു തീരുമാനമെടുക്കാനും അതിൽ അവസരം ലഭിക്കുന്നതിനെയാണ് നമുക്ക് എന്തെന്ന് പറയണത്, ഗ്രാമസഭകൾ എന്ന് പറയുന്നത്. ഒരു ഗ്രാമപഞ്ചായത്തിലെ ഓരോ വാർഡിലെയും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കപ്പെട്ട മുഴുവൻ ജനങ്ങളും ഗ്രാമസഭയിൽ അംഗങ്ങളാണ്. ഇപ്പോൾ ഞാൻ ഈ ഒരു പഞ്ചായത്ത്, ഞാൻ ABC പഞ്ചായത്തിലാണ്. അപ്പോൾ ഈ പഞ്ചായത്തിൽ ഒരു 15-30 വാർഡുണ്ട്. ആ 30 വാർഡിലും ഒരു 1000 മെമ്പേഴ്സ് ഉണ്ട് എന്ന് വിചാരിക്കുക. ആ 1000 ആളുകൾക്കും എന്തുണ്ടാവും? വോട്ടർ പട്ടികയിൽ പേര് ചേർത്തിട്ടുണ്ടാവും അല്ലേ? അവരൊക്കെ എന്ത് പറയാം? ഗ്രാമസഭയിലെ അംഗങ്ങൾ എന്ന് പറയാം. നഗരങ്ങളിൽ ഇവ വാർഡ് സഭകൾ എന്നറിയപ്പെടുന്നു. നഗരങ്ങളിൽ ഇവരെന്തറിയപ്പെടുന്നു? വാർഡ് സഭകൾ എന്നറിയപ്പെടുന്നു. അപ്പോൾ ഗ്രാമസഭയെ കുറിച്ച് ഏകദേശം കിട്ടി. ഒക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി എന്തൊക്കെയാണ് ഗ്രാമസഭ അല്ലെങ്കിൽ വാർഡ് സഭകളിൽ ചർച്ച ചെയ്യുന്നത്? ഗ്രാമസഭയിൽ ജനങ്ങൾക്ക് നേരിട്ട് ഭരണകാര്യങ്ങളിൽ അഭിപ്രായം രേഖപ്പെടുത്താനും തീരുമാനമെടുക്കുന്ന പ്രക്രിയകളിൽ പങ്കാളികളാവാനും അവസരം ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഗ്രാമസഭയിലെ ആൾക്കാർക്ക് ഒന്ന് തീരുമാനം എടുക്കാം. എന്താണ്? നോക്കിക്കേ, ഓക്കെ, ഇവിടെ നോക്കിക്കേ, ഗ്രാമസഭയിൽ ഒന്ന് അഭിപ്രായം പറയാം, 2 തീരുമാനമെടുക്കാം. അപ്പോൾ ഗ്രാമസഭയിലുള്ള ജനങ്ങൾക്ക്, ആർക്കാണ്? ജനങ്ങൾക്കാണ്. അതായത് ഗ്രാമസഭയിലുള്ള ജനങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ നേരിട്ട് പോയിട്ട് ഭരണകാര്യങ്ങളിൽ അഭിപ്രായം പറയാൻ പറ്റും, ഒപ്പീനിയൻ പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതുപോലെ തന്നെ തീരുമാനമെടുക്കാനുള്ള അവസരവും കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഏതിലാണ് നടക്കുന്നത്? ഗ്രാമസഭ അഥവാ വാർഡ് സഭയിലാണ് നടക്കുന്നത്. അപ്പോൾ അത് പ്രത്യേകിച്ച് നോട്ട് ചെയ്ത് വയ്ക്കുക. ഓക്കെ, എന്താണ് ഗ്രാമസഭ എന്ന് പറഞ്ഞാൽ? ജനങ്ങൾക്ക് നേരിട്ട് ഭരണകാര്യങ്ങളിൽ പങ്കെടുക്കാനും അതുപോലെ തന്നെ അതിൽ അഭിപ്രായം പറയാനും അല്ലെങ്കിൽ തീരുമാനമെടുക്കാനുള്ള റൈറ്റ്സ് ആർക്കുണ്ട്? ഗ്രാമസഭയിലുള്ള ജനങ്ങൾക്കുണ്ട്. ഓക്കെ, ഇനി ആരൊക്കെയാണ് ഗ്രാമസഭയിൽ പങ്കെടുക്കുന്നത്? ഈ ഗ്രാമസഭയിൽ പങ്കെടുക്കുന്നത് ആരൊക്കെയാണ്? ഓരോ ഗ്രാമപഞ്ചായത്തിലെ ഓരോ വാർഡിലെയും വോട്ടർ പട്ടികയിൽ ചേർക്കപ്പെട്ട മുഴുവൻ ജനങ്ങളും ഗ്രാമസഭയിൽ അംഗങ്ങളാണ്. നമ്മൾ ആ പഞ്ചായത്തിലുള്ള വാർഡിലുള്ള എല്ലാ അംഗങ്ങളും ഗ്രാമസഭയിലെ അംഗങ്ങൾ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ആർക്ക് വേണമെങ്കിലും പങ്കെടുക്കാം. എന്താണ് പങ്കാളിത്ത ജനാധിപത്യം, പ്രത്യക്ഷ ജനാധിപത്യം? പങ്കാളിത്ത ജനാധിപത്യം അല്ലെങ്കിൽ പ്രത്യക്ഷ ജനാധിപത്യം. നോക്കിക്കേ, ഒന്ന്, ജനങ്ങൾ നേരിട്ട് ഭരണകാര്യങ്ങളിൽ പങ്കാളികളാകുന്ന ഭരണവ്യവസ്ഥയാണ് പങ്കാളിത്ത ജനാധിപത്യം അല്ലെങ്കിൽ പ്രത്യക്ഷ ജനാധിപത്യം. ഓക്കെ, ഇത് നമുക്കിങ്ങനെ ബോക്സ് ആയിട്ട് പഠിച്ചു വരുന്നുണ്ട്. ഒന്നില്ലെങ്കിൽ നേരിട്ട് ഭരണകാര്യങ്ങളിൽ പങ്കാളികളാകുക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ, നേരിട്ട് ഒരു കൂട്ടത്തോടെ ഒരാവശ്യം ഉന്നയിക്കുകയാണ്. ഈ ഒരു വാർഡിൽ ഒരു കൂട്ടമായിട്ട് എല്ലാവർക്കും വേണ്ടിയിട്ടൊരു സംഭവം അവരവിടെ പറയുകയാണ്. അതിപ്പോൾ റോഡ് പണിയാവാം, എന്ത് വേണമെങ്കിലും ആവാം. അപ്പോൾ അവരുടെ ആവശ്യങ്ങൾ അവർ നേരിട്ട് ഭരണകാര്യങ്ങളിൽ പങ്കാളികളായിട്ട് വരുന്ന ഒരു ഭരണവ്യവസ്ഥയാണ് എന്താന്ന് പറയുന്നത്? പങ്കാളിത്ത ജനാധിപത്യം. ഇനി ഇത് നമ്മൾ കണ്ടു. ഓക്കെ, നിയമസഭ വരട്ടെ. എന്താണ് അടുത്തത്? നമ്മൾ പറഞ്ഞു പങ്കാളിത്ത ജനാധിപത്യം എന്താണ്, പ്രത്യക്ഷ ജനാധിപത്യം എന്താണെന്ന് പറഞ്ഞു അല്ലേ? ഇനി പരോക്ഷ ജനാധിപത്യം അഥവാ പ്രാതിനിധ്യ ജനാധിപത്യം എന്താണെന്ന് നോക്കാം. ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികൾ ജനങ്ങൾക്ക് വേണ്ടി ഭരണം നടത്തുന്ന ജനാധിപത്യ രീതിയാണ് പരോക്ഷ ജനാധിപത്യം അല്ലെങ്കിൽ പ്രാതിനിധ്യ ജനാധിപത്യം. നോക്കിക്കേ, ഇപ്പം നമ്മൾ എല്ലാവരും കൂടി ഇപ്പം ലോകസഭ ഇലക്ഷൻ, രാജ്യസഭ ഇലക്ഷൻ വരുമ്പോൾ നമ്മൾ വോട്ട് ചെയ്ത് നമ്മൾ ഒരാളെ മന്ത്രിയാക്കുന്നു. ആ മന്ത്രി ആർക്ക് വേണ്ടിയാണ് പണിയെടുക്കുന്നത്? നമുക്ക് വേണ്ടിയാണ്. നമ്മുടെ ഓരോ നമ്മുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാനായിട്ട് നിൽക്കുന്ന ഇടനിലക്കാരൻ, അല്ലെങ്കിൽ അവർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് സാധ്യമാവുകയുള്ളൂ, അല്ലെങ്കിൽ ആ ഒരു പ്രശ്നം സോൾവ് ആവാൻ പറ്റുകയുള്ളൂ എന്ന് പറയുമ്പോഴാണ് ഈ ഒരു പരോക്ഷ ജനാധിപത്യത്തിന്
റൂട്ടിൽ കിട്ടുന്നത്. നോക്കിക്കേ, ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികൾ, നമ്മളാണ് വോട്ട് ചെയ്ത് എലക്ട് ചെയ്ത് അവരെ വിജയിപ്പിച്ച് മന്ത്രികളാക്കുന്നത്, അല്ലെങ്കിൽ അവരെ വിജയിപ്പിച്ച് നമ്മൾ ജനപ്രതിനിധികളാക്കുന്നത്. എന്നിട്ട് അവരെന്ത് ചെയ്യണം? നമുക്ക് വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി, ഈ വോട്ട് ചെയ്ത ആളുകൾക്ക് വേണ്ടിയിട്ട് ഭരണം നടത്തണം. ഇതാണ് ജനാധിപത്യ രീതി. അതായത് എന്താണ്? പരോക്ഷ ജനാധിപത്യം അല്ലെങ്കിൽ പ്രാതിനിധ്യ ജനാധിപത്യം. ഓക്കെ, അപ്പം നമ്മൾ അവിടെ പറഞ്ഞത് എന്താണോ, അവിടെ എന്താണ് പറഞ്ഞത്? പ്രത്യക്ഷ ജനാധിപത്യം അല്ലെങ്കിൽ പങ്കാളിത്തം, അല്ലേ? അവിടെ ജനങ്ങൾ നേരിട്ട് ഇറങ്ങും. ഇവിടെയോ? ഇവിടെ ആരാണ്? ഒരു ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികൾ ജനങ്ങൾക്ക് വേണ്ടി ഇറങ്ങും. ഓക്കെ, അതാണ്. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് നോക്കാം. എന്താണ് പ്രത്യക്ഷ ജനാധിപത്യം, പരോക്ഷ ജനാധിപത്യം? ജനസംഖ്യ കുറഞ്ഞ രാജ്യങ്ങളിൽ സാധ്യമാകുന്നു. കാരണം ഈ പ്രത്യക്ഷ ജനാധിപത്യത്തിൽ എന്ന് പറയുമ്പം നമുക്ക് അധികം ഒരുപാട് ആളുകൾ ഉള്ളപ്പോഴാണ് ഇതെല്ലാം കൂടി ഒരാളെ കൊണ്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാതെ വരുന്നത്. അതായത് ഒരു സെമിനാർ ഹാൾ മുഴുവനായിട്ടും കൈകാര്യം ചെയ്യാനായിട്ട് ഒരാൾക്ക് പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഓരോ കോർണറിൽ ഓരോ ടീച്ചേഴ്സിനെ കൊണ്ടുപോയി നമുക്ക് നിർത്താം, അല്ലേ? അപ്പോൾ അവിടെയൊക്കെ നമുക്ക് എന്താണ് പറ്റില്ല, അവർക്ക് അവരുടെ കാര്യങ്ങൾ നോക്കാനായിട്ട് പറ്റത്തില്ല, അല്ലേ? ഇപ്പോൾ ഒരു വലിയൊരു എക്സാം ഹാളിൽ ആരൊക്കെ കോപ്പി അടിക്കേണ്ടതെന്ന് നോക്കാനായിട്ട്, ഒരു ഉദാഹരണമാണിത്, ആരൊക്കെ കോപ്പി അടിക്കേണ്ടതെന്ന് നോക്കാനായിട്ട് നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് അങ്ങോട്ടേക്ക് നോക്കാൻ പറ്റും. ഒരാളെ കൊണ്ട് പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ആ ഹാളിനെ ഡിവൈഡ് ചെയ്ത് വേറൊരാളെ കൊണ്ട് വെക്കും. പക്ഷേ ഇത് തന്നെ ഒരു 20 പേരടങ്ങുന്ന ഒരു ക്ലാസ് ആണെങ്കിൽ ഒരു ടീച്ചർക്കോ അല്ലെങ്കിൽ ഒരാൾക്ക് നമുക്ക് നോക്കാനായിട്ട് പറ്റും. സോ അതൊക്കെ എന്താണ്, അതായത് ചുരുക്കം ചെറിയ കാര്യങ്ങൾ മാത്രം ജനങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ജനങ്ങളെ തന്നെ നോക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് പ്രത്യക്ഷ ജനാധിപത്യമാണ്. കുറഞ്ഞ ജനസംഖ്യയുള്ള രാജ്യങ്ങളിൽ പ്രത്യക്ഷം തന്നെ ധാരാളമാണ്. കാരണം ജനങ്ങൾ എന്ത് ചെയ്യും? അവർക്ക് വേണ്ടി തന്നെ ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ പരോക്ഷ ജനാധിപത്യത്തിലോ ജനസംഖ്യ കൂടിയ രാജ്യങ്ങളിൽ നിലനിൽക്കുന്നു. ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ എന്തായിരിക്കും? പരോക്ഷ ജനാധിപത്യം തന്നെയായിരിക്കും. ഇപ്പം നമുക്കെന്ന് പറയുമ്പോൾ നമ്മൾക്ക് നമ്മുടെ വീട്ടിലുള്ള ചുറ്റുപാടുകൾ ഒരു 4-5 പേര് കൂടിയിട്ട് ശരിയാക്കാനായിട്ട് പറ്റും എന്ന് കരുതി ഈ കേരളം മുതൽ കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെയുള്ള റോഡ് നമുക്ക് പണിയാൻ പറ്റുമോ? ഇല്ല. അതിന് ആര് വേണം? ഇടനിലക്കാർ വേണം, അവരുടെ സമ്മതം വേണം, അല്ലേ? അതിനു വേണ്ടി പ്രവർത്തിക്കുന്ന അതിൻ്റേതായിട്ടുള്ള നിയമിച്ചിട്ടുള്ള ആളുകൾ വേണം. അപ്പോൾ ഈ ജനസംഖ്യ കൂടിയ സ്ഥലങ്ങളിൽ നമുക്ക് എന്ത് കിട്ടണം? പരോക്ഷ ജനാധിപത്യം. അടുത്തത് പ്രത്യക്ഷ ജനാധിപത്യം. ഗവൺമെൻറ്റുകളുടെ എല്ലാ നിയമങ്ങളും നയങ്ങളും ഒരു ഇടനിലക്കാരനും ഇല്ലാതെ ജനങ്ങൾ തന്നെ നിർണ്ണയിക്കുന്നു. സോ സിമ്പിൾ. ഗവൺമെൻറ്റും വേണ്ട, അവർ വെച്ചിട്ടുള്ള റൂൾസും വേണ്ട, വകുപ്പുകളും വേണ്ട, ഒന്നും വേണ്ട. ഇതെല്ലാം ജനങ്ങൾ തന്നെ ചെയ്യുന്നു. പക്ഷെ പരോക്ഷത്തിലോ നിയമങ്ങളും നയങ്ങളും മറ്റ് സർക്കാർ കാര്യങ്ങളും തീരുമാനിക്കുന്നതിൽ പൗരർ നേരിട്ട് ഇടപെടുന്നില്ല. പൗരർ ഒരിക്കലും ഇടപെടുന്നില്ല. കൂടുതൽ സുതാര്യം. അതായത് കൂടുതൽ സുതാര്യം ഉദ്ദേശിക്കുന്ന എന്താണ്? അതായത് എന്താണ്? എളുപ്പം. അതായത് നമുക്ക് മറ്റൊരാളെ നമ്മുടെ പ്രശ്നങ്ങൾ തീർക്കാൻ മറ്റൊരാളെ ആശ്രയിക്കേണ്ട ആവശ്യമില്ല. ഒരു ഇടനിലക്കാരൻ, ഒരു മന്ത്രി, ഒരു വാർഡ് മെമ്പർ പോലുള്ള ആളുകളൊന്നും നമുക്ക് വേണ്ട. നമുക്ക് വേണ്ടത് നമ്മൾ തന്നെ ചെയ്യുന്നു. നിയമങ്ങളും, അടുത്തത് പരോക്ഷത്തിൻ്റെ. നിയമങ്ങളും നയങ്ങളും രൂപീകരിക്കുന്നതിന് ജനങ്ങൾ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നു, അല്ലേ? ഓരോ റൂൾസ് വരാൻ വേണ്ടിയിട്ട് ജനങ്ങൾ എന്ത് ചെയ്യുന്നു? ഓരോ പ്രതിനിധികളെ, അതായത് ഈ വാർഡ് മെമ്പർ അല്ലെങ്കിൽ MLA അല്ലേ, അങ്ങനെയുള്ള ആളുകളെയൊക്കെ നിയമിക്കുന്നു. ഭൂവിസ്തൃതി കുറഞ്ഞ രാജ്യങ്ങളിൽ സാധ്യമാക്കുന്നു. ഭൂവിസ്തൃതി എന്ന് വെച്ചാൽ ചെറിയ കുഞ്ഞു കുഞ്ഞു രാജ്യങ്ങൾ, വലിയ രാജ്യമല്ലാണ്ട് ചെറിയ കുഞ്ഞു രാജ്യങ്ങളിൽ വരുന്നുണ്ട്. ഭൂവിസ്തൃതി കൂടിയ രാജ്യങ്ങളിൽ പ്രയോഗിക്കാം. കൂടിയ രാജ്യങ്ങളിൽ എപ്പോഴും പരോക്ഷ ജനാധിപത്യമേ നടക്കുള്ളൂ. ഓക്കെ, ഏകദേശം ഈ കമ്പാരിസൺ ആവുമ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. അപ്പോൾ അടുത്തത് കൂടുതൽ രാജ്യങ്ങൾ കണ്ടെത്താം. നോക്കിക്കേ, കാണുന്നുണ്ടാകും. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യം രാജ്യം ഇന്ത്യയാണ്, അല്ലേ? ലോകത്തിലെ ഏറ്റവും, കാരണം ഇന്ത്യ എന്ന രാജ്യത്ത് ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഇന്ത്യയാണ്. ഇന്ത്യ ഒരു പ്രത്യക്ഷ ജനാധിപത്യ രാജ്യമാണോ അതോ പരോക്ഷ ജനാധിപത്യ രാജ്യമാണോ? നോക്കിക്കേ, എന്താണ്?
പരോക്ഷ ജനാധിപത്യ രാജ്യമാണ്. കാരണം ജനങ്ങൾ കൂടിയതാണ്, ഭൂവിസ്തൃതി കൂടിയതാണ്, ഇവിടെ തിരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്, ജനങ്ങൾ പ്രതിനിധികളെ തിരഞ്ഞെടുത്തിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ. സൗദി അറേബ്യയിൽ പുതിയ രാജാവ് അധികാരമേറ്റു. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം അവിടെ ജനാധിപത്യ രീതിയാണോ? അല്ല, രാജപദവികളാണ് അവിടെയുള്ളത്. അടുത്തത്, അഫ്ഗാനിസ്ഥാനിൽ ജനാധിപത്യ ഭരണം അവസാനിച്ചു. അഫ്ഗാനിസ്ഥാനിൽ എന്തായി? ജനാധിപത്യ ഭരണം അവസാനിച്ചു. സ്വിറ്റ്സർലാൻഡിൽ ഇപ്പോഴും പങ്കാളിത്ത ജനാധിപത്യം. എന്താണ് പങ്കാളിത്ത ജനാധിപത്യം? ഞാനിപ്പോൾ പറഞ്ഞു, അതായത് പ്രത്യക്ഷ ജനാധിപത്യം അഥവാ പങ്കാളിത്ത ജനാധിപത്യം. ജനങ്ങൾ നേരിട്ട് ജനങ്ങൾ നേരിട്ട് ചെയ്യുന്നു, ജനങ്ങളെ തന്നെ നിർണ്ണയിക്കുന്നു, അല്ലേ? നേരിട്ട് ഭരണങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുന്നതിനെയാണ് പങ്കാളിത്ത ജനാധിപത്യം എന്ന് പറയുന്നത്. ഇനി പ്രത്യക്ഷം പരോക്ഷം. നമ്മൾ ആദ്യം തന്നെ പരോക്ഷത്തിൻ്റെ നമ്മൾ പറഞ്ഞു. ഇന്ത്യ പോലുള്ള വലിയ രാജ്യങ്ങൾ എന്താണ് പരോക്ഷ ജനാധിപത്യ രാജ്യങ്ങൾ നമ്മൾ പറഞ്ഞു. അതായത് ഇന്ത്യ പോലുള്ള ഭൂവിസ്തൃതി കൂടിയ രാജ്യം, അല്ലേ? അത് ഇന്ത്യ പോലുള്ള വലിയ രാജ്യത്തൊക്കെ കൂടുതലും എന്തുതന്നെയായിരിക്കും? പരോക്ഷ ജനാധിപത്യം. ഇവിടെ ഇപ്പോഴും തിരഞ്ഞെടുപ്പ് നടക്കുന്നില്ലേ? ഉണ്ട്. എലക്ഷൻ നടക്കുന്നില്ലേ? ഉണ്ട്. ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നില്ലേ? വിഭാഗങ്ങളായിട്ട് പിരിക്കുന്നില്ലേ? ഉണ്ട്. എന്നിട്ട് അവരിൽ മൂലം, അതായത് ഒരു ഇടനിലക്കാരൻ എന്ന രീതിയിൽ ഭരണം ഏറ്റെടുത്തതിന് ശേഷം നമുക്ക് കിട്ടേണ്ട, ജനങ്ങൾക്ക് കിട്ടേണ്ട സേവനങ്ങൾ ഇവരൊക്കെയാണ് നമുക്ക് തരുന്നത്. അപ്പോൾ അതുപോലുള്ള രാജ്യങ്ങൾ ആരൊക്കെയാണെന്ന് നോക്കിക്കേ. പരോക്ഷ ജനാധിപത്യ രാജ്യങ്ങൾ നമ്മൾ പറഞ്ഞു ആദ്യം തന്നെ. ഇന്ത്യ, അമേരിക്ക, ജർമ്മനി, കാനഡ, യുണൈറ്റഡ് കിങ്ഡം, ഓസ്ട്രേലിയ, ഇവിടെയൊക്കെ എന്താണ്? പരോക്ഷ ജനാധിപത്യ രാജ്യങ്ങളാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. എന്താണ്? പരോക്ഷ ജനാധിപത്യ രാജ്യങ്ങളും പ്രത്യക്ഷ ജനാധിപത്യം. ഇപ്പോൾ നിങ്ങൾക്ക് മാച്ച് ദ ഫോളോയിങ് തരാം, അല്ലെങ്കിൽ ഇത് തന്നെ തരാം. ഒരു സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യനിൽ പറയാം, സ്വിറ്റ്സർലാൻഡ്, ന്യൂലാൻഡ് എന്നിവ പരോക്ഷ ജനാധിപത്യ രാജ്യങ്ങളാണ്. ഓക്കെ. അടുത്തത്, ഇന്ത്യ ഒരു പരോക്ഷ ജനാധിപത്യ രാജ്യമാണ്. ഓസ്ട്രേലിയ ഒരു പ്രത്യക്ഷ ജനാധിപത്യ രാജ്യമാണ്. തെറ്റുകൾ ഏതെല്ലാം? എ ആണോ, ബി ആണോ, സി ആണോ, തെറ്റേത്, ശരിയേത് എന്നുള്ള രീതിയിൽ ഇതിനെ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് വലിച്ചു നീട്ടി വാരി വലിച്ച് തരാവുന്നതാണ്, അല്ലേ? അപ്പോൾ അത് നമ്മൾ പഠിക്കുക. ഏതാണ് പരോക്ഷ ജനാധിപത്യ രാജ്യങ്ങൾ? ഇന്ത്യ, അമേരിക്ക, ജർമ്മനി, കാനഡ, യുണൈറ്റഡ് കിങ്ഡം, ഓസ്ട്രേലിയ എന്നീ 6 രാജ്യങ്ങൾ പരോക്ഷ ജനാധിപത്യ രാജ്യങ്ങളിലാണ്. ഇനി പ്രത്യക്ഷമാരൊക്കെയാണ്? നമ്മൾ ഓൾറെഡി ഫസ്റ്റ് പറഞ്ഞു, സ്വിറ്റ്സർലാൻഡ് പങ്കാളിത്ത ജനാധിപത്യം അഥവാ പ്രത്യക്ഷ ജനാധിപത്യമാണ്. അടുത്തത്, സ്വിറ്റ്സർലാൻഡ് ഉണ്ടെങ്കിൽ ന്യൂലാൻഡ്. അപ്പോൾ ആ ഒരു സ്വിറ്റ്സർലാൻഡ്, ആ ലാൻഡ് ആ ഒരു ഇത് ബേസ് ചെയ്ത് പഠിക്കുക. സ്വിറ്റ്സർലാൻഡ്, ന്യൂലാൻഡ്, ഉറുഗ്വേ, ലിച്ചൻസ്റ്റൈൻ ഇങ്ങനെ 4 രാജ്യങ്ങളുണ്ട് പ്രത്യക്ഷ ജനാധിപത്യ രാജ്യങ്ങൾ. അപ്പോൾ പരോക്ഷവും പ്രത്യക്ഷം. പരോക്ഷം ഇന്ത്യ, അമേരിക്ക, ജർമ്മനി, കാനഡ, യുണൈറ്റഡ് കിങ്ഡം, ഓസ്ട്രേലിയ. പ്രത്യക്ഷം സ്വിറ്റ്സർലാൻഡ്, ഉറുഗ്വേ, ന്യൂസിലാൻഡ്, ലിച്ചൻസ്റ്റൈൻ. മനസ്സിലായില്ലേ? അപ്പോൾ അടുത്തയിലേക്ക് പോവാം. ഓക്കെ. എന്തുകൊണ്ടാണ് നിങ്ങൾ പൊതു തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ അവസരം ലഭിക്കാത്തത്? സിമ്പിൾ. ഇത് കുട്ടികൾക്കുള്ളതാണ്. നമുക്കറിയാം വോട്ട് ചെയ്യാനുള്ള പ്രായം എത്രയാണ്? 18 വയസ്സാണ്. 18 വയസ്സ് കഴിഞ്ഞിട്ടാണ് നമുക്ക് വോട്ടിംഗ് ID കാർഡ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക. ഓക്കെ. ജനാധിപത്യ സവിശേഷതകൾ. നമ്മൾ ജനാധിപത്യം പഠിച്ചു. പ്രത്യക്ഷ ജനാധിപത്യം അല്ലെങ്കിൽ പരോക്ഷ ജനാധിപത്യം പഠിച്ചു. അതിലെ പ്രത്യക്ഷ ജനാധിപത്യ രാജ്യങ്ങൾ ഏതൊക്കെയാണ്, പരോക്ഷ ജനാധിപത്യ രാജ്യങ്ങൾ ഏതൊക്കെയാണ് പഠിച്ചു. ഇനി ഇതിൻ്റെ സവിശേഷതകൾ. ഇത് ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന അതേ ഫ്ലോ ചാർട്ടാണ്. ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങൾക്കാണ് പരമമായ അധികാരം, അല്ലേ? ജനാധിപത്യ സവിശേഷതകൾ എന്ന് പറയുമ്പോൾ ഫസ്റ്റ്, ഈ ജനാധിപത്യ സംവിധാനത്തിൽ ആർക്കാണ് കൂടുതൽ അധികാരമുള്ളത്? ജനങ്ങൾക്ക് തന്നെയാണ്. കാരണം ജനാധിപത്യം ആർക്ക് വേണ്ടിയിട്ടാണ്? ജനങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പം അവർക്കാണ് കൂടുതൽ അധികാരമുള്ളത്. സ്വതന്ത്രവും നീതിപൂർവകവുമായ തിരഞ്ഞെടുപ്പ് ഇതാണ് ഇപ്പോൾ പറയണേ. സ്വതന്ത്രവും നീതിപൂർവവുമായ തിരഞ്ഞെടുപ്പ്, അല്ലേ? നമുക്ക് ഫ്രീഡം, ന്യായമായിട്ടുള്ള തിരഞ്ഞെടുപ്പായിരിക്കും,
അല്ലേ? ഫ്രീഡും ഉണ്ടാകും, അതുപോലെ ന്യായമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് എന്ന് വെച്ചാൽ നമ്മൾ വോട്ടിംഗ് അല്ലേ, അതായിരിക്കും. അടുത്തത് ഗവൺമെൻറ്റിൻ്റെ സോറി ഗവൺമെൻറ്റിനെ വിമർശനങ്ങളിലൂടെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന പ്രതിപക്ഷം അല്ലേ. ഇപ്പം ഇവർ ചെയ്തു എന്ന് പറഞ്ഞാൽ അടുത്തത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ അതിനെ വിമർശിച്ചുകൊണ്ട് നിങ്ങൾ ചെയ്തത് ശരിയായില്ല, നിങ്ങൾ ഇങ്ങനെ ചെയ്യായിരുന്നു, അങ്ങനെ ചെയ്യായിരുന്നു എന്ന് പറഞ്ഞ് പ്രതിപക്ഷം എന്ത് ചെയ്യും? ഉന്നയിക്കും. വിമർശനങ്ങളെ ഉന്നയിച്ച് അതിനൊരു വാറ് പോലെയാണ് നടക്കുന്നതെങ്കിൽ പോലും അവർക്ക് സഹായകമാവുന്ന പോലെ ഇവർ ഇട്ട് കൊടുക്കും അല്ലേ. നിങ്ങൾ അങ്ങനെ ചെയ്തു, നിങ്ങളിങ്ങനെ ചെയ്തു, നിങ്ങൾ അത് ചെയ്തു, നിങ്ങൾ ഇത് ചെയ്തു എന്ന് പറഞ്ഞിട്ട് വിമർശനങ്ങളിലൂടെ ഉന്നയിക്കും. അടുത്തത് നിയമത്തിന് മുന്നിൽ എല്ലാവർക്കും തുല്യത ഉറപ്പുവരുത്തുന്ന നിയമവാഴ്ച. നിയമത്തിന് മുന്നിൽ എല്ലാവർക്കും തുല്യത ഉറപ്പുവരുത്തും അല്ലേ, തുല്യത ഉറപ്പുവരുത്തും. ഇതൊക്കെ എന്തിൻ്റെയാണ്? ജനാധിപത്യത്തിൻ്റെ സവിശേഷതകളാണ്. അടുത്തത് ജനങ്ങളെയും ഭരണകൂടത്തെയും തമ്മിൽ ബന്ധിപ്പിക്കാൻ സഹായിക്കുന്ന സ്വതന്ത്ര വാർത്താ മാധ്യമങ്ങൾ. ജനങ്ങളെയും ഭരണകൂടത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന അല്ലെ, ജനങ്ങളും നമ്മൾ ഓൾറെഡി പറഞ്ഞു ജനാധിപത്യം എന്ന് പറയുന്നത് എന്താണ്? ജനങ്ങൾക്കാണ് പരമമായ അധികാരമുള്ളത്. അവരും ഭരണകൂടത്തെയും തമ്മിൽ ബന്ധിപ്പിക്കാൻ സഹായിക്കുന്ന സ്വതന്ത്ര വാർത്താ മാധ്യമങ്ങൾ അല്ലേ, മാധ്യമങ്ങൾ. അതായത് ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നവർ എന്തൊക്കെ ചെയ്യുന്നു എന്ന് നമ്മളെങ്ങനെ അറിയുന്നത്? മാധ്യമങ്ങൾ വഴിയാണ് അറിയുന്നത് അല്ലേ കൂടുതലും. സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ. നീതിന്യായ വ്യവസ്ഥ അതായത് നമ്മുടെ എന്താണ് അതായത് എന്തോ ഒരു പേര് പറയും, ന്യൂട്രാലിറ്റി, ഇന്ത്യൻ ന്യൂട്രാലിറ്റി എന്നോ അങ്ങനെ എന്തോ പറയും, ഇന്ത്യൻ അല്ല അതിനെന്തോ ഒരു ഇത് പറയും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ജനാധിപത്യ സവിശേഷതകൾ. ഇപ്പം നീതിന്യായ വ്യവസ്ഥ നമ്മളിതിലും നമ്മൾ ഗവൺമെൻറ്റിൻ്റെ തന്നെ 3 ടൈപ്പ് നമ്മൾ പഠിക്കുമല്ലോ. അത് ഗവൺമെൻറ്റിൻ്റെ തന്നെ 3 ഒന്ന് എന്താ പറയുക ഒന്ന് വന്നിട്ട് നിയമനിർമ്മാണം, പിന്നെ കാര്യനിർമ്മാണം, പിന്നെ വന്നിട്ട് നീതിന്യായ വ്യവസ്ഥ അല്ലേ. ഇതൊക്കെയാണ് അവിടെ ഉള്ളത്. ഈ നീതിന്യായ വ്യവസ്ഥ എന്ന് പറയുമ്പോൾ എന്താണ്? സുപ്രീം കോർട്ട്, ഹൈക്കോർട്ട് അല്ലേ, അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. എന്താണ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം? സോ ഇറ്റ്സ് എ ടേം. യാതൊരു വിവേചനങ്ങളും ഇല്ലാതെ നിശ്ചിത പ്രായം പൂർത്തിയായ എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള അവകാശം ാണ് നമ്മൾ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം എന്ന് പറയുന്നത്. എത്ര വയസ്സാണ്? 18 വയസ്സിൽ നമുക്ക് വോട്ട് തുടങ്ങും അല്ലേ. 1989 വരെ ഇന്ത്യയിൽ വോട്ടവകാശത്തിനുള്ള പ്രായം 21 വയസ്സായിരുന്നു. ഇപ്പോൾ അത് 18 വയസ്സായി. നമുക്കറിയാം 18 വയസ്സായി വോട്ടവകാശം ഉണ്ട്. പക്ഷെ 1989 എപ്പോഴായിരുന്നു? 21 വയസ്സായിരുന്നു. ഓക്കെ, ഇനി നമ്മളൊരു ചെറിയൊരു ഇതാണ് ഒരു സ്കൂൾ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ വേണ്ട വിവരങ്ങൾ, അതായത് ഒരു നോട്ടീസ് ബോർഡിൽ കൊടുക്കുന്ന ഓർഡർ, നമ്മളെങ്ങനെയാണ് ഒരു തിരഞ്ഞെടുപ്പ് നടക്കേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം? തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം നടത്തണം. ഒരു നോട്ടിഫിക്കേഷൻ, എന്താണ്? ഒരു നോട്ടിഫിക്കേഷൻ അവിടെ കൊടുക്കുക അല്ലേ. തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം കൊടുക്കണം. ഇത് അടുത്തത് നാമനിർദ്ദേശിക പത്രിക സമർപ്പണം അല്ലേ. ഒരു നിർദ്ദേശം കൊടുക്കുന്ന ഒരു പത്രിക, ഒരു നോട്ടീസ് സമർപ്പിക്കണം. നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന. നമ്മൾ കൊടുക്കുന്ന നോട്ടീസ്, ആ പത്രികേനെ എന്ത് ചെയ്യണം? നല്ലപോലെ പഠിക്കണം, നല്ലപോലെ പരിശോധിക്കണം. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കൽ. ഇനി ആരെങ്കിലും പത്രിക, അതായത് നമ്മൾ കൊടുത്ത നോമിനേഷൻ, അത് പിൻവലിക്കാൻ താല്പര്യമുള്ളവർക്ക് പിൻവലിക്കാം. അടുത്തത് സ്ഥാനാർത്ഥികളുടെ അന്തിമ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നു. സ്ഥാനാർത്ഥികൾ അവരുടെ ലാസ്റ്റ്, അതായത് ഈ ആരെങ്കിലും പിൻവലിച്ചിട്ടുണ്ടെങ്കിൽ അവരെ ഒഴിവാക്കി ബാക്കിയുള്ളവരെ, ഫിക്സഡ് ആയിട്ടുള്ളവരുടെ ലിസ്റ്റ്, അന്തിമ ലിസ്റ്റ് തയ്യാറാക്കുന്നു. വോട്ടെടുപ്പ് നടത്തുന്നു. വോട്ടെണ്ണലും ഫലപ്രഖ്യാപനവും
സ്കൂൾ പാർലമെൻറ്റ് ആദ്യ യോഗവും. ഓക്കെ, ഇങ്ങനെയാണ് ഒരു സ്കൂളിൽ എന്ത് ചെയ്യുന്നത്, എലക്ഷൻ നടത്തുന്നത്. ആദ്യം തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം നോട്ടിഫിക്കേഷൻ ഇറക്കും, ഇന്ന സമയത്താണ് നമ്മൾ എലക്ഷൻ വെക്കാൻ തീരുമാനിക്കുന്നത്. അപ്പോൾ ആരെങ്കിലും അപ്പോൾ സമർപ്പിക്കാനായിട്ട് വരും, എന്ത് നോമിനേഷൻ കൊടുക്കാനായിട്ട് പോകും. അതിനുശേഷം അതിന് നല്ലപോലെ വായിച്ചെടുക്കും. അതിനുശേഷം പിൻവലിക്കാനുള്ളവർ പിൻവലിക്കും. പിന്നെ സ്ഥാനാർത്ഥികളുടെ അന്തിമ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നു. ലാസ്റ്റ് ലിസ്റ്റ് അവർ ഫൈനലൈസ് ചെയ്യും. വോട്ടെടുപ്പ് നടത്തും, ഫലപ്രഖ്യാപനം നടത്തും. സ്കൂൾ പാർലമെൻറ്റിൻ്റെ ആദ്യ യോഗത്തിൽ ഇവരെ പരിചയപ്പെടുത്തും. അപ്പോൾ ഏകദേശം കിട്ടിയില്ലേ? അടുത്തത് ഇനി ടെക്സ്റ്റ് ബുക്കിലുള്ള കുറച്ച് കോളംസ്. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം അല്ലേ, സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം. യാതൊരു വിവേചനങ്ങളുമില്ലാതെ നിശ്ചിത പ്രായം പൂർത്തിയായ എല്ലാവർക്കും തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനുള്ള അവകാശത്തെയാണ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം എന്ന് പറയുന്നത്. 1989 വരെ ഇന്ത്യയിൽ വോട്ടവകാശത്തിനുള്ള പ്രായം 21 വയസ്സായിരുന്നു. ഇപ്പോൾ അത് 18 വയസ്സാണ്. നമ്മൾ ഓൾറെഡി വായിച്ചു, ഞാൻ നോട്ടായിട്ടിട്ടുണ്ടായിരുന്നു. എന്നാലും ടെക്സ്റ്റ് ബുക്കിലെ കോളംസ് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് ഞാൻ അതിനൊന്ന് ഇട്ടു എന്ന് മാത്രം. ഓക്കെ, ഇതും നമ്മൾ ഇട്ടതാണ്. പുരാതന ഗ്രീസിൽ, അതായത് ഈ ടെക്സ്റ്റ് ബുക്കിലെ കുറച്ച് കോളംസ് ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മേ ബി അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടാകും, ചിലപ്പോൾ ഞാനത് പറയാത്തതായിരിക്കും. ഓക്കെ, ഇത് നമ്മൾ ഓൾറെഡി വായിച്ചതാണ്. പുരാതന ഗ്രീസിലെ ഏതൻസിലാണ് ജനാധിപത്യത്തിൻ്റെ ആദ്യ രൂപം ഉദയം ലഭിച്ചതില്ലേ. ഏതൻസ് ആണ് ആദ്യമായിട്ട് ജനാധിപത്യം കൊണ്ടുവന്നത്. പക്ഷേ ഇപ്പോഴത്തെ നിലവിലുള്ള ജനാധിപത്യ രീതി കൊണ്ടുവന്നത് ആരാണ്? ഇംഗ്ലണ്ടാണ്. യുണൈറ്റഡ് കിങ്ഡത്തിൻ്റെ ഭാഗമായ ഇംഗ്ലണ്ടാണ്. അവിടെ എന്തൊക്കെയുണ്ടായിരുന്നു? ഇപ്പോഴത്തെ നമ്മുടെ ജനാധിപത്യ രീതി, അതായത് ഇപ്പോൾ തിരഞ്ഞെടുപ്പ്, പാർലമെൻറ്റ് അല്ലേ, പ്രതിനിധികളുടെ ഭരണം, ഇതൊക്കെ ഇപ്പോഴും ഉണ്ടല്ലോ. ഇത് ആദ്യമായിട്ട് കൊണ്ടുവന്നതും ഉപയോഗിച്ചതും ഇംഗ്ലണ്ടാണ്. ഇനി പുരാതന ഗ്രീക്ക് ചിത്രകാരനായ ഹെറോഡോട്ടസ് ആണ് ഡെമോക്രസി എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത്. ഇതാദ്യം പറയേണ്ട സാധനമായിരുന്നു, നമ്മളത് വിട്ടുപോയി. ഓക്കെ, പോട്ടെ അല്ലേ, നമ്മളിത് ആദ്യം പറയേണ്ട സാധനമായിരുന്നു, നമ്മളത് വിട്ടു. എന്താണ് ഡെമോക്രസി? ജനാധിപത്യം. ജനാധിപത്യം. ഡെമോസ് നോക്കിക്കേ, ഡെമോസ് എന്ന് പറഞ്ഞാൽ ജനങ്ങൾ എന്നാണ് അർത്ഥം. ക്രാറ്റോസ് എന്ന് പറഞ്ഞാൽ അധികാരം എന്നാണ് അർത്ഥം. ഓക്കെ, എന്ന് വെച്ചാൽ ജനങ്ങളുടെ അധികാരം. അതിനെയാണ് നമ്മൾ ഡെമോക്രസി. ഇംഗ്ലീഷിൽ നമ്മൾ ജനാധിപത്യം പഠിക്കുമ്പോൾ ഇംഗ്ലീഷിൽ എന്താണ്? ഡെമോക്രസിയാണ്. അപ്പോൾ ഡെമോസ് എന്ന് പറയുന്നത് ജനങ്ങളും ക്രാറ്റോസ് എന്ന് പറയുന്നത് അധികാരവും ചേർത്ത് ജനങ്ങളുടെ അധികാരം എന്നാണ് ഡെമോക്രസി എന്നത് അറിയപ്പെടുന്നത്. സോ ഇത് രൂപപ്പെട്ടത് എവിടെ നിന്നാണ്? ഗ്രീക്കിൽ നിന്നാണ്. ഏത് പദമാണ്? ഗ്രീക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏകദേശം കിട്ടി. പുരാതന ഗ്രീക്ക് ആരാണ്? ഹെറോഡോട്ടസ് ആണ്. ഹെറോഡോട്ടസ് ആണ് ജനാധിപത്യം എന്ന പദം ആദ്യമായിട്ട് കൊണ്ടുവന്നത്. ഹെറോഡോട്ടസ്, മനസ്സിലായോ? ഈ രാഷ്ട്രം, അതേപോലെ നമ്മൾക്ക് ഈ നമ്മുടെ രാഷ്ട്രം ഉണ്ടല്ലോ, രാഷ്ട്രം, ഈ രാഷ്ട്രം ഉണ്ടല്ലോ, രാഷ്ട്രം, അതാരാ പദം കൊണ്ടുവന്നറിയോ? നിക്കാളോ മെക്കിയവെല്ലി. നിക്കാളോ മക്കിയവെല്ലി, സ്പെല്ലിംഗ് തെറ്റിട്ടുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, രാഷ്ട്രം എന്ന പദം കൊണ്ടുവന്നത് നിക്കാളോ മാക്കിയവെല്ലിയാണ്. മാക്കിയവെല്ലിന്നോ മിക്കവെല്ലിന്നോ ആണ് പേര്. ഓക്കെ, പക്ഷേ നമ്മുടെ ജനാധിപത്യം കൊണ്ടുവന്നത് ആരാണ്? ഹെറോഡോട്ടസ്. രാഷ്ട്രം എന്ന പദം കൊണ്ടുവന്നത് നിക്കാളോ മക്കിയവെല്ലി. അപ്പോൾ അത് ഏകദേശം കിട്ടി. അടുത്തത് എന്താണ് ഗ്രാമസഭകൾ? നമ്മളത് ഓൾറെഡി നമ്മളവിടെ വായിച്ചിട്ടുണ്ടായിരുന്നു. ഗ്രാമസഭകൾ എന്താണെന്ന് ഞാൻ ഓൾറെഡി ഒരു ടേം അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു പ്രദേശത്തിൻ്റെ ഭരണവികസന പ്രക്രിയയിൽ എല്ലാ ജനങ്ങൾക്കും പങ്കാളികളാവാനും തീരുമാനങ്ങൾ എടുക്കാനും അവസരം ലഭിക്കുന്ന വേദികളാണ് ഗ്രാമസഭകൾ. ഓക്കെ, ഓരോ ഗ്രാമപഞ്ചായത്തിലെ ഓരോ വാർഡിലെയും വോട്ടർ പട്ടികയിൽ ചേർക്കപ്പെട്ട മുഴുവൻ ജനങ്ങളും ഗ്രാമസഭയിൽ അംഗങ്ങളാണ്. നഗരങ്ങൾ ഇവ വാർഡ് സഭകൾ എന്നറിയപ്പെടുന്നു. അപ്പോൾ ഗ്രാമസഭകൾ എന്താണെന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. ഇത് ഞാൻ നോട്ടാക്കിയിട്ട് ഉണ്ടാക്കാതെ ടെക്സ്റ്റ് ബുക്കും വായിച്ചപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ കണ്ട സംഭവമാണ് കേട്ടോ. ഗ്രാമപ്രദേശങ്ങളിൽ
ത്രിതല പഞ്ചായത്ത്, അതായത് ടെർഷ്യറി ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളായ ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് തുടങ്ങിയവയും നാക്കോടറി നഗരപ്രദേശങ്ങളിലെ ഭരണസ്ഥാപനങ്ങളായ മുനിസിപ്പാലിറ്റികൾ, കോർപ്പറേഷനുകൾ എന്നിവയും ഉൾക്കൊള്ളുന്നവയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. ഏകദേശം കിട്ടി അല്ലേ? അതായത് ആരൊക്കെയാണ്? ഗ്രാമപ്രദേശങ്ങളിലെ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളായ ആരൊക്കെയാണ്? ത്രിതല 3 ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്. ആരൊക്കെയാണ്? ഗ്രാമപ്രദേശങ്ങളിൽ ഏതൊക്കെയാണ്? ഗ്രാമപഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് അല്ലേ? നഗരപ്രദേശങ്ങളിലോ? നഗരപ്രദേശങ്ങളിലെ ഭരണസ്ഥാപനങ്ങൾ ആരൊക്കെയാണ്? ഒന്ന് കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി അല്ലേ? ഇവർ രണ്ടും ഉൾക്കൊള്ളുന്നതാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. ഗ്രാമപ്രദേശവും നഗരപ്രദേശങ്ങളിലെ ഭരണസ്ഥാപനങ്ങൾ ചേർന്നതാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. ഒന്നും കൂടി പറഞ്ഞു നോക്കിക്കേ. ഗ്രാമപ്രദേശങ്ങൾ ആരൊക്കെയാണ്? ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്. നഗരപ്രദേശങ്ങളിൽ മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനും, ഇത് രണ്ടും കൂടി ചേർന്നതാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. ഓക്കെ, ഇനി 2 കോഡ്സ്, അത് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ളതാണ്. അത് നമ്മൾ എക്സ്ട്രാ, അതായത് നമുക്കറിയാം ചിലപ്പോൾ കോഡ്സ് ഇതാരുടെ വാക്കുകൾ എന്ന് പറഞ്ഞ് PSCയിൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ചോദിക്കുമ്പോൾ നമുക്ക് എഴുതാം: ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നടത്തപ്പെടുന്ന ജനങ്ങളുടെ ഭരണമാണ് ജനാധിപത്യം എന്ന് പറഞ്ഞത് ആരാണ്? എബ്രഹാം ലിങ്കൻ. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ തന്നെ നടത്തപ്പെടുന്ന ജനങ്ങളുടെ തന്നെ ഭരണമാണ് ജനാധിപത്യം. ടോട്ടൽ കൺഫ്യൂഷൻ ആക്കുമെങ്കിലും ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ ഫാക്ട് കണ്ടാൽ എബ്രഹാം ലിങ്കൻ കൂടെ കുത്തുക, വേറെ ഓപ്ഷനിലേക്ക് ഒന്നും പോകാൻ നിൽക്കണ്ട. ജനാധിപത്യത്തെക്കുറിച്ചുള്ള എൻ്റെ സങ്കല്പം: അതിനു കീഴിൽ ഏറ്റവും ദുർബലനും ശക്തനും തുല്യനുമായ അവസരമുണ്ടായിരിക്കണം എന്നതാണ് മഹാത്മാഗാന്ധിജിയുടെ ഒരു കോട്ട്. അപ്പോൾ ഇതാരുടെ വാക്കുകൾ? ഇത് SCERT ടെക്സ്റ്റ് ബുക്കിലെ, പുതിയ SCERT ടെക്സ്റ്റ് ബുക്കിലെ സോഷ്യലിലെ പാഠഭാഗം 6ാമത്തെ പാഠഭാഗത്തിൽ അച്ചടിച്ച് വെച്ചിട്ടുള്ള ഒരു പേജിൽ ഉള്ള 2 കോഡ്സ് ആണ്. അപ്പോൾ ഇതെന്തായാലും SCERT ആയതുകൊണ്ട് തന്നെ PSCയിൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ. കേരള നിയമസഭ. ഇനി കേരളത്തിൻ്റെ നിയമസഭയുടെ ചരിത്രങ്ങളിലേക്ക് പോവുകയാണ്. ഇതും ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. ഇറ്റ്സ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. കേരള സംസ്ഥാനത്തിൻ്റെ നിർമ്മാണ സഭയാണ് കേരള നിയമസഭ അല്ലേ? തിരുവനന്തപുരത്താണ് നിയമസഭയുടെ ആസ്ഥാനം. അത് നമുക്കറിയാം. നിയമസഭ എവിടെയാണ്? തിരുവനന്തപുരമാണ്. 1888 സ്ഥാപിച്ച തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ 1904 സ്ഥാപിതമായ ശ്രീമൂലം പ്രജാസഭ 1944 അതായത് തിരുവിതാംകൂർ കൊച്ചി നിർമ്മാണ സഭ എന്നിവ കേരള നിയമസഭയുടെ വഴികാട്ടികളാണ്. അപ്പം ഇതിനു മുമ്പായിട്ട് ഇറങ്ങിയിട്ടുള്ള കുറച്ച് ഇതാണ്. ഒന്നെന്താണ്? 1888 ഇയർ പഠിക്കുക. 1888 ആര് സ്ഥാപിച്ചു? തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ. 1904 സ്ഥാപിതമായത് ആരാണ്? ശ്രീമൂലം പ്രജാസഭ. 1949 തിരുവിതാംകൂർ കൊച്ചി നിയമനിർമ്മാണ സഭയൊക്കെ ആരുടെ വഴികാട്ടികളാണ്? കേരള നിയമസഭയുടെ വഴികാട്ടികളാണ്. കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം, ഇത് ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ? കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം 1957 ഏപ്രിൽ 27-നായിരുന്നു. എപ്പോഴാണ്? ഏപ്രിൽ 27. അപ്പോൾ ഇനി ഈ മാസമാണല്ലേ? 1957 ഏപ്രിൽ 27-നായിരുന്നു. എല്ലാ വർഷവും ഏപ്രിൽ 27 നിയമസഭാ ദിനമായി ആചരിക്കുന്നു. അപ്പോൾ എപ്പോഴാണ് നിയമസഭാ ദിനം? എപ്പോഴാണ്? ഏപ്രിൽ 27, 1957. ഓക്കെ. ഇനി ജനാധിപത്യം കുടുംബത്തിൽ പ്രായോഗികമാകുന്നത് എപ്പോഴാണ്? എല്ലാവരുടെയും അഭിപ്രായങ്ങൾ പരിഗണിച്ചുകൊണ്ട് തീരുമാനമെടുക്കുമ്പോഴാണ് ജനാധിപത്യം കുടുംബത്തിൽ പ്രായമാകുന്നത്. ഓരോരുത്തരും ഓരോ അഭിപ്രായം പറയും. എല്ലാവരുടെയും അഭിപ്രായങ്ങൾ പരിഗണിച്ചുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കണം. ഒരാൾക്ക് ഇത് പറ്റില്ല, ഒരാൾക്ക് അത് പറ്റില്ല, ഒരാൾക്ക് ഇത് പറ്റില്ല, ഒരാൾക്ക് അത് പറ്റില്ല. ഇപ്പോൾ വിഷുവൊക്കെ വരികയാണ്, എനിക്ക് ആ പടക്കം വേണം, ഈ ഒരു പടക്കം വേണം. അപ്പോൾ നമ്മളെല്ലാവരും കൂടി എന്ത് ചെയ്യണം? കുറച്ച് പടക്കം, അതായത് നീ അത് 2 വാങ്ങണം, ഇത് 2. പൂക്കുറ്റി 2 വാങ്ങിയാൽ മത്താപ്പ് 2 പാക്കറ്റ് വാങ്ങണം. അങ്ങനെ ഈക്വലായിട്ട് വാങ്ങി ഒരു ഈക്വൽ ഡിസിഷനിലെടുത്ത് കൊണ്ടുപോയാൽ അടിയില്ലാണ്ട് മുന്നോട്ട് പോകാം. അതാണ് ഒരു ജനാധിപത്യ തീരുമാനം. ഓക്കെ, അതൊരു എക്സാമ്പിൾ മാത്രം. വിദ്യാലയങ്ങളിൽ ജനാധിപത്യം എങ്ങനെയായിരിക്കും?
കുട്ടികളുടെ അഭിപ്രായങ്ങളും താല്പര്യങ്ങളും പരിഗണിക്കുന്നതിനോടൊപ്പം അവർക്ക് അവസര സമത്വവും തുല്യതയും ഉറപ്പുവരുത്തുമ്പോഴാണ് വിദ്യാർത്ഥികളിൽ ജനാധിപത്യം. ഇവിടെ എങ്ങനെയാണ്? കുട്ടികളുടെ അഭിപ്രായങ്ങൾ നമ്മൾ നോക്കണം, കുട്ടികളുടെ താല്പര്യം നോക്കണം, അതിനെ പരിഗണിക്കുന്നതിനോടൊപ്പം തന്നെ അവർക്ക് അവസരവും കൂടി ഉറപ്പുവരുത്തണം. ഇപ്പോൾ കുട്ടികൾ പറയും നമുക്ക് നാളെ ഒരു പരിപാടി നടത്താം, അതിൽ കുറച്ച് ഡാൻസും കൂടി കൊടുക്കാം എന്ന് പറയും. അപ്പോൾ നമ്മൾ ടീച്ചേഴ്സ് അല്ലെങ്കിൽ അവിടെയുള്ള ആൾക്കാർ ഇല്ല പറ്റില്ല, നിങ്ങൾ ഡാൻസ് കളിക്കണ്ട, നിങ്ങളത് കളിക്കണ്ട, ഇത് കളിക്കണ്ട എന്ന് പറയുന്നതിന് പകരം അവർക്കൊരു അവസരം കൊടുക്കുക. അതിന് ശേഷം അവസരം കൊടുത്തുകൊണ്ട് ഒരു ഉറപ്പും കൂടി വരുത്തിയതിന് ശേഷമുള്ളതാണ് വിദ്യാലയത്തിൽ ജനാധിപത്യം നടപ്പാകുന്നത്. ഇങ്ങനെയൊക്കെയാണ് ജനാധിപത്യം. പൊതു ഇടങ്ങളിൽ എങ്ങനെയൊക്കെയാണ്? പൊതു ഇടങ്ങൾ വൃത്തിയാക്കി സൂക്ഷിക്കുക, മറ്റുള്ളവരുടെ താല്പര്യങ്ങൾ മാനിക്കുക, പൊതു നിയമങ്ങൾ അനുസരിക്കുക. ഇത് പൊതുവായിട്ടുള്ള ജനാധിപത്യം. ഓക്കെ, അപ്പോൾ കുടുംബങ്ങളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബക്കാരൊക്കെ കൂടി തീരുമാനിച്ച് ഒരു ഈക്വൽ ഡിസിഷൻ, ഒരു നോർമൽ ഡിസിഷൻ എല്ലാവരും കൂടി തീരുമാനം എടുത്തുകൊണ്ട് വരുന്ന ഡിസിഷനാണെങ്കിൽ കുടുംബങ്ങളിലെ ജനാധിപത്യ രീതി. കുട്ടികളുടെ അഭിപ്രായങ്ങളും അവർക്ക് അഭിപ്രായങ്ങളും താല്പര്യങ്ങളും അറിഞ്ഞതിനോട് ശേഷം അത് മാത്രം അല്ലാതെ അവർക്കൊരു അവസരവും സ്വാതന്ത്ര്യവും കൊടുക്കുന്നതിനോടൊപ്പം വയ്ക്കുമ്പോഴാണ് വിദ്യാലയങ്ങളിലെ ജനാധിപത്യ രീതി. പൊതുവായ സ്ഥലങ്ങളിൽ വൃത്തിയാക്കുകയും പൊതു നിയമങ്ങൾ പാലിക്കുകയും മറ്റുള്ളവരുടെ താല്പര്യങ്ങളെ മാനിക്കുകയും ചെയ്യുന്നതാണ് പൊതുസ്ഥലങ്ങളിലെ ജനാധിപത്യ രീതി. അത് കിട്ടിയില്ലേ? അടുത്തത് ഇതും ടെക്സ്റ്റ് ബുക്കിലെ ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ്. തിരഞ്ഞെടുപ്പിൻ്റെ ധർമ്മങ്ങൾ. ഗവൺമെൻറ്റുകൾ രൂപീകരിക്കുന്നു. തിരഞ്ഞെടുപ്പിൻ്റെ ധർമ്മം, തിരഞ്ഞെടുപ്പിന് എന്തൊക്കെ വേണം? ആദ്യം തിരഞ്ഞെടുപ്പുകൾ ആദ്യം ഗവൺമെൻറ് രൂപീകരിക്കുന്നു. തിരഞ്ഞെടുപ്പിൻ്റെ ഫസ്റ്റ് എന്താണ്? ഗവൺമെൻറ് രൂപീകരണമാണ്. ഗവൺമെൻറ് രൂപീകരിച്ച് വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും പ്രാതിനിധ്യം നൽകുന്നു, എല്ലാവർക്കും ഒരു സ്റ്റേജ് കൊടുക്കുന്നു. അതായത് നമ്മളിങ്ങനെ എല്ലാവർക്കും ഒരു അവകാശം അല്ലെങ്കിൽ ഒരു എല്ലാവർക്കും ഒരു ഫ്രീഡം. ഭരണകർത്താക്കളെ വളർത്തിയെടുക്കുന്നു. ഇതൊക്കെ ധർമ്മങ്ങളാണ്. ജനാധിപത്യം ശക്തിപ്പെടുന്നു. വോട്ടർമാരെ ബോധവൽക്കരിക്കുന്നു. ഇതൊക്കെ തിരഞ്ഞെടുപ്പിൻ്റെ ധർമ്മങ്ങളാണ്. ഗവൺമെൻറ് ഒരു രൂപീകരണം ഉണ്ടാവുകയാണ് ചെയ്യുന്നത് അല്ലേ? തിരഞ്ഞെടുപ്പ് കഴിയുമ്പോഴേക്കും എല്ലാവർക്കും അവരുടേതായിട്ടുള്ള രീതികൾ ഉണ്ടാകുന്നു. അതുപോലെ ഭരണകർത്താക്കളെ വളർത്തിയെടുക്കുന്നു. അവർക്ക് കുറച്ചും കൂടി എക്സ്പീരിയൻസ്ഡ് ആക്കുകയാണ് ചെയ്യുന്നത്. ജനാധിപത്യം ശക്തിപ്പെടുത്തുന്നു അല്ലേ? ഈ ഡെമോക്രസീനെ കുറച്ചും കൂടി പവർ ആക്കാൻ വേണ്ടിയിട്ട് സ്ട്രോങ് ആക്കുന്നുണ്ട്. അതുപോലെ വോട്ടർമാരെ ബോധവൽക്കരിക്കുന്നു. ഓക്കെ, അടുത്തത് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി എന്നീ പദവികളിലേക്കും പാർലമെൻറ്റ്, സംസ്ഥാന നിയമസഭകൾ എന്നിവയിടങ്ങളിലേക്കും സ്വതന്ത്രവും നീതിപൂർവവുമായ തിരഞ്ഞെടുപ്പ് നടത്തുകയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചുമതല. ഓക്കെ, എന്താണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ? അതായത് എലക്ഷൻ കമ്മീഷൻ എന്ന് പറയും അല്ലേ? 3 അംഗങ്ങളുള്ള തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഉൾപ്പെടെ എല്ലാവരെയും നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. അപ്പം കേന്ദ്രം തിരഞ്ഞെടുപ്പ് അല്ലേ? നമ്മുടെ ഇന്ത്യയിൽ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ എങ്ങനെയൊക്കെയാണ്? കേന്ദ്രത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടക്കുമ്പോൾ എങ്ങനെയാണ്? ആദ്യം ഏതൊക്കെ പദവിയാണ് എന്നുള്ളത് നിങ്ങൾ നോക്കണം. ഒന്നാമത്തെ പദവി രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി അല്ലേ? രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, അതുപോലെ പാർലമെൻറ്റിലെ, സംസ്ഥാന നിയമസഭകൾ എന്നിവിടങ്ങളിലും സ്വതന്ത്രവും നീതിപൂർവവുമായ തിരഞ്ഞെടുപ്പ് നടത്തുകയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചുമതല. പദവികളിലേക്കും അതുപോലെ പാർലമെൻറ്റ്, സംസ്ഥാന നിയമസഭകൾ അവിടെയും ചെയ്യുന്നത് എന്താണ്? അതാണ് കമ്മീഷൻ്റെ മെയിൻ ചുമതല. എല്ലായിടത്തെയും ഇലക്ഷൻ അല്ലേ? അടുത്തത് 3 അംഗങ്ങളുള്ള തിരഞ്ഞെടുപ്പ് കമ്മീഷനുകളിൽ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഉൾപ്പെടെ എല്ലാവരെയും നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതി തന്നെയാണ് നിയമിക്കുന്നത്. ആരെ ഉൾപ്പെടെ? മുഖ്യമായിട്ടുള്ള മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഉൾപ്പെടെ തിരഞ്ഞെടുക്കുന്നത് ആരെയാണ്? നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. സോ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. വിവിധ തര ഘട്ടങ്ങൾ തിരഞ്ഞെടുപ്പിൻ്റെ വിവിധ ഘട്ടങ്ങൾ. നമ്മൾ വിദ്യാലയത്തിൻ്റെ ഘട്ടങ്ങൾ പറഞ്ഞു. ഇനി
എന്താണ് നമ്മൾ പൊളിറ്റിക്സ് രാഷ്ട്രീയം, അതായത് നമ്മുടെ പൊതു സമൂഹത്തിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പിൻ്റെ ഘട്ടങ്ങൾ. ആദ്യം തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ നിയമിക്കൽ. നമ്മൾ ഓരോരോ സ്ഥാനം കൊടുക്കുമല്ലോ. അടുത്തത് തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം. തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ നിയമിച്ചതിന് ശേഷം വിജ്ഞാപനം, നോട്ടീസ് ഇറക്കും, അതായത് നോട്ടിഫിക്കേഷൻ ഇറക്കും അല്ലേ. ഈ ഒരു ദിവസം നമ്മൾ ഇലക്ഷൻ വെക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്, അപ്പോൾ ഈ ഒരു സമയത്തിനുള്ളിൽ നിങ്ങൾ നോമിനേഷൻ ഇടണം എന്നൊക്കെ. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കൽ. ഓക്കെ, നോമിനേഷൻ കൊടുത്തു, പത്രിക സൂക്ഷ്മ പരിശോധിച്ചു, നാമനിർദ്ദേശ പത്രിക പിൻവലിക്കൽ. ഇനി ആർക്കെങ്കിലും അത് പിൻവലിക്കണം എന്നുണ്ടെങ്കിൽ പിൻവലിക്കാം. തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് കൊടുക്കുന്നു, അതിനുശേഷം വോട്ടെണ്ണുന്നു, പിന്നെ വോട്ടെണ്ണലും ഫലപ്രഖ്യാപനം. വിദ്യാലയങ്ങളിൽ തിരഞ്ഞെടുപ്പിൽ ഘട്ടങ്ങൾ പറഞ്ഞില്ലേ, അതേ തന്നെയാണ് ഇതിലും പറയുന്നത്. ഓക്കെ, അടുത്തത് ഇനി അവർ ഇതിൽ തന്നെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ കൊടുത്തിട്ടുള്ള ഒരു പേജാണ്, ഒരു 2 പേജുണ്ട്. അത് നമ്മൾ കൃത്യമായിട്ട് വായിച്ച് നോക്കണം. കുട്ടികളുടെ അവകാശങ്ങൾ. അപ്പോൾ കുട്ടികളുടെ അവകാശങ്ങൾ ആരാണ് അറിഞ്ഞിരിക്കേണ്ടത്? കുട്ടികളാണ് അറിഞ്ഞിരിക്കേണ്ടത്. അതുകൊണ്ടാണ് അവർ അതിൽ തന്നെ കുട്ടികളാണ് അറിഞ്ഞിരിക്കേണ്ടത് അല്ലേ. അപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട്, കുട്ടികൾ അറിയണമെങ്കിൽ കുട്ടികളുടെ പുസ്തകങ്ങളിൽ ഇതുണ്ടാവണം. അതുകൊണ്ട് അവർ SCERTയിൽ ഇത് പ്രത്യേകം പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. പ്രിയമുള്ള കുട്ടികളെ, നിങ്ങൾക്കുള്ള അവകാശങ്ങൾ എന്തെല്ലാമാണെന്ന് അറിയേണ്ടതില്ലേ? അവകാശങ്ങളെക്കുറിച്ച് അറിവ് നിങ്ങളുടെ പങ്കാളിത്തം, സംരക്ഷണം, സാമൂഹിക നീതി എന്നിവ ഉറപ്പാക്കാൻ പ്രേരണയും പ്രചോദനവും നൽകും. നിങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ ഇപ്പോൾ ഒരു കമ്മീഷൻ പ്രവർത്തിക്കുന്നുണ്ട്. കേരള സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ എന്നാണ് അതിൻ്റെ പേര്. എന്തെല്ലാമാണെന്ന് നിങ്ങൾക്ക് നോക്കാം. അപ്പം എന്തെല്ലാം അവകാശമാണ് അവർക്കുള്ളത് നോക്കാമെന്ന് ഇപ്പോൾ കുട്ടികൾ തന്നെ അവകാശങ്ങൾ നോക്കി പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നമുക്ക് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്കിത് ചോദിക്കാം, കുട്ടികളുടെ അവകാശങ്ങൾ ഏതൊക്കെയാണ് എന്തൊക്കെയാണ് എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റണം. ഓക്കെ, ഇതിപ്പോൾ കുട്ടികൾക്ക് തന്നെ അവകാശങ്ങൾ ഇട്ട് കൊടുത്തപ്പോൾ പണി കിട്ടി. അവരിതെല്ലാം നോക്കി വെച്ചുകൊണ്ട് അടുത്ത അധ്യാപകർക്ക് എതിരെ നിൽക്കാനുള്ള പണിയാവും അല്ലേ. നോക്കാം. സംസാരത്തിനും ആശയപ്രകടനത്തിനുമുള്ള സ്വാതന്ത്ര്യം. ഓക്കെ, സംസാരത്തിനും ആശയപ്രകടനത്തിനും ഉള്ള സ്വാതന്ത്ര്യം. ഒന്നാമത്തേത് ജീവൻ്റെയും വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെയും സംരക്ഷണം. അതിജീവനത്തിനും പൂർണ്ണ വികാസത്തിനുമുള്ള അവകാശം. ജാതിമത വർണ്ണ ചിന്തകൾക്കതീതമായി ബഹുമാനിക്കപ്പെടാനും അംഗീകരിക്കപ്പെടാനുമുള്ള അവകാശം. മാനസികവും ശാരീരികവും ലൈംഗികവുമായ പീഡനങ്ങളിൽ നിന്നുള്ള സംരക്ഷണത്തിനും പരിചരണത്തിനുമുള്ള അവകാശം. പങ്കാളിത്തത്തിനുള്ള അവകാശം. അവഗണനകളിൽ നിന്നുള്ള സംരക്ഷണം. സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസ അവകാശം. കളിക്കാനും പഠിക്കാനുമുള്ള അവകാശം. സ്നേഹം സുരക്ഷയും നൽകുന്ന കുടുംബവും സമൂഹവും ലഭ്യമാക്കാനുള്ള അവകാശം. അപ്പം ഈ അവകാശങ്ങളൊക്കെ വായിച്ച് പോയിൻ്റൊക്കെ വെച്ചിട്ട് ആയിരിക്കും ഇനി കുട്ടികൾ അധ്യാപകരോട് സംസാരിക്കുക. ടീച്ചർ നാളെ PT പീരീഡ്. ഓക്കെ, PT പീരീഡ് എന്ന് പറയുമ്പോൾ നാളെ PT വേണം എന്ന് പറയുമ്പോൾ കുട്ടികൾ ഈ പേജ് നമ്പർ എടുത്ത് പുസ്തകം എടുത്തിട്ട് നമ്മുടെ മുന്നിൽ നീട്ടും. ടീച്ചർ കണ്ടോതാ, ഞങ്ങൾക്കുള്ള അവകാശമാണ് കളിക്കാനും പഠിക്കാനുമുള്ള അവകാശം, ഞങ്ങളെ PTക്ക് വിട്ടു ടീച്ചറെ എന്ന് പറഞ്ഞു വരും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ്. അടുത്തത് കുറച്ചും കൂടിയുണ്ട്. ബാലവേലയിൽ നിന്നും ഇവിടെയുണ്ട് കേട്ടോ. ബാലവേലയിൽ നിന്നും അപൽക്കരമായ ജോലികളിൽ നിന്നുമുള്ള മോചനം. ശൈശവ വിവാഹത്തിൽ നിന്നുള്ള സംരക്ഷണം. സ്വന്തം സംസ്കാരം അറിയുന്നതിനും അതിനനുസരിച്ച് ജീവിക്കുന്നതിനുമുള്ള സ്വാതന്ത്ര്യം. ഇതൊക്കെ വിദ്യാലയങ്ങളിൽ മാത്രം നടക്കുന്ന അവകാശമല്ല, പൊതുവെ കുട്ടികൾക്ക് കൊടുക്കുന്ന അവകാശങ്ങളാണ്. ഇതാരാണ് കൊടുക്കുന്നത്? കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ആണ് ഇത് നിയമിച്ചിട്ടുള്ളത്. ഇത്രയും അവകാശങ്ങളാണ് കുട്ടികൾക്ക് മാത്രമായിട്ടുള്ളത്. ഇത് വിദ്യാലയങ്ങളിൽ മാത്രം ഉപയോഗിക്കുന്ന റൂൾസ് അല്ല. ഇത് മൊത്തത്തിൽ, അതായത് മൊത്തത്തിൽ അല്ലെങ്കിൽ പൊതുവെ കുട്ടികൾക്ക് കൊടുക്കുന്ന അവകാശമാണ് ഇത്. ഓക്കെ, ഇനി കുട്ടികൾക്ക് സ്വയം ഉത്തരവാദിത്തങ്ങളുണ്ട്, അതും കൊടുത്തിട്ടുണ്ട്. സ്കൂൾ പൊതു സംവിധാനങ്ങൾ എന്നിവ നശിപ്പിക്കാതെ സംരക്ഷിക്കുക.
സ്കൂളിലും പഠന പ്രവർത്തനങ്ങളിലും കൃത്യനിഷ്ഠ പാലിക്കുക. സ്കൂൾ അധികാരങ്ങളെയും അധ്യാപകരെയും മാതാപിതാക്കളെയും സഹപാഠികളെയും ബഹുമാനിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുക. ജാതി മത വർഗവർണ്ണ ചിന്തകൾക്കതീതമായി മറ്റുള്ളവരെ ബഹുമാനിക്കാനും അംഗീകരിക്കാനും സന്നദ്ധരാക്കുക. ഇതെല്ലാം കുട്ടികൾക്കുള്ളതാണ്. ഈ ഒരു പോയിന്റും കൂടി, ഈ ഒരു പേജും കൂടി കൊടുത്തിട്ടുണ്ട് ഏതിൽ? ടെക്സ്റ്റ് ബുക്കിൽ. ഭാരതത്തിൻ്റെ ഭരണഘടന ഭാഗം 4A, അതായത് ക, മൗലിക കർത്തവ്യങ്ങൾ. ഇതും SCERT പുസ്തകങ്ങളിൽ അച്ചടിച്ച് വെച്ചിട്ടുള്ളതാണ്. ടെക്സ്റ്റ് ബുക്കിൽ ഈ ലെസൻ്റെ ലാസ്റ്റ് പേജിൽ കാണപ്പെടുന്ന സംഭവമാണ്. ഇതതിലുണ്ട്. അപ്പോൾ എന്തായാലും PSCക്ക് ഇത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. നോക്കിക്കേ, മൗലിക കർത്തവ്യങ്ങൾ താഴെ പറയുന്നവ ഭാരതത്തിലെ ഓരോ പൗരൻ്റെയും കർത്തവ്യം ആയിരിക്കുന്നതാണ്. ഭരണഘടനയെ അനുസരിക്കുകയും അതിൻ്റെ ആദർശങ്ങളെയും സ്ഥാപനങ്ങളെയും ദേശീയ പതാകയും ദേശീയ ഗാനത്തെയും ആദരിക്കുകയും ചെയ്യുക. അത് പറയണ്ടല്ലോ, നമ്മുടെ ദേശത്തിനോടുള്ള സ്നേഹം അത് ആദരപൂർവ്വം നമ്മൾ ആദരിച്ച് ചെയ്യുക. ഓക്കെ. അടുത്തത്, സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള നമ്മുടെ ദേശീയ സമരത്തിന് പ്രചോദനം നൽകിയ മഹനീയ ദർശനങ്ങളെ പരിപോഷിപ്പിക്കുകയും പിന്തുടരുകയും ചെയ്യുക. നമുക്ക് ഫ്രീഡം ഫാക്ടേഴ്സ് അല്ലേ, അവർക്ക് വേണ്ടി നമ്മൾ അവരുടെ പാത പിന്തുടർന്ന് നല്ല രീതിയിലേക്ക് പോവുക. ഭാരതത്തിൻ്റെ പരമാധികാരവും ഐക്യവും അഖണ്ഡതയും നിലനിർത്തുകയും സംരക്ഷിക്കുകയും ചെയ്യുക. രാജ്യത്തെ കാത്തുസൂക്ഷിക്കുകയും ദേശീയ സേവനം അനുഷ്ഠിക്കാൻ ആവശ്യപ്പെടുമ്പോൾ അനുഷ്ഠിക്കുകയും ചെയ്യുക. മതപരവും ഭാഷാപരവും പ്രാദേശികവും വിഭാഗീയവുമായ വൈവിധ്യങ്ങൾക്കതീതമായി ഭാരതത്തിലെ എല്ലാ ജനങ്ങൾക്കുമിടയിൽ സൗഹൃദവും പൊതുവായ സഹോദര്യ മനോഭാവവും പുലർത്തുക. സ്ത്രീകളുടെ അന്തസ്സിന് കുറവ് വരുത്തുന്ന ആചാരങ്ങൾ പരിധിക്ഷിക്കുക. നമ്മുടെ സമ്മിശ്ര സംസ്കാരത്തിൻ്റെ സമ്പന്നമായ പാരമ്പര്യത്തെ വിലമതിക്കുകയും നിലനിർത്തുകയും ചെയ്യുക. വനങ്ങളും തടാകങ്ങളും നദികളും വന്യജീവികളും ഉൾപ്പെടുന്ന പ്രകൃതിയ ഉള്ള പരിസ്ഥിതി സംരക്ഷിക്കുകയും അഭിവൃദ്ധിപ്പെടുത്തുകയും ജീവികളോട് കാരുണ്യം കാണിക്കുകയും ചെയ്യുക. ശാസ്ത്രീയമായ കാഴ്ചപ്പാടും മാനവികതയും അന്വേഷണത്തിനും പരിഷ്കരണത്തിനും ഉള്ള മനോഭാവം വികസിപ്പിക്കുക. പൊതുസ്വത്ത് പരിരക്ഷിക്കുകയും ശപഥം ചെയ്ത് ആക്രമണം ഉപേക്ഷിക്കുകയും ചെയ്യുക. രാഷ്ട്രം യജ്ഞത്തിൻ്റെയും ലക്ഷ്യപ്രാപ്തിയുടെയും ഉന്നത തലങ്ങളിലേക്ക് നിരന്തരം ഉയരത്തക്കവണ്ണം വ്യക്തിപരവും കൂട്ടായതുമായ പ്രവർത്തനത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളിലും ഉത്കൃഷ്ടതയ്ക്കു വേണ്ടി അധ്വാനിക്കുക. 6-നും 14-നും ഇടയ്ക്ക് പ്രായമുള്ള തൻ്റെ കുട്ടിക്കോ തൻ്റെ സംരക്ഷണത്തിലുള്ള കുട്ടികൾക്കോ അതേതു സംഗതി പോലെ മാതാപിതാക്കളോ രക്ഷകർത്താവോ വിദ്യാഭ്യാസത്തിനുള്ള അവസരം ഏർപ്പെടുത്തുക. ഇത്രയും കാര്യങ്ങളാണ് മൗലിക കർത്തവ്യങ്ങൾ ഭാഗം 4A എന്നതിൽ കൊടുത്തിട്ടുള്ളത്. ആരുടെ മൗലിക കർത്തവ്യങ്ങൾ? പൗരന്മാരുടെ. ഓക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ലെസണിൽ ഉള്ളത്. അപ്പോൾ മനസ്സിലായെങ്കിൽ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ലെസന് വേണ്ടി കാത്തിരിക്കുക. താങ്ക് യു.